ഹലോ നമസ്കാരം. നമ്മുടെ റിവ്യൂയ്ക്ക് സ്വാഗതം. ഇന്നത്തെ ചെമ്പനീർ പൂവേ എൻ്റെ റിവ്യൂ എന്താ വെച്ചാൽ പിന്നെ ഇവൻ സച്ചി രേവതിയൊക്കെ നിൽക്കുമ്പോൾ നമ്മൾ സുധിക്ക് ഒരു 10 പൈസ കൊടുക്കില്ല എന്ന് ചന്ദ്ര തീർത്ത് പറയുന്നുണ്ട്. നീ ഇവിടെ നിൽക്കണ്ട, നിനക്കൊരു ഒരു 10 പൈസ ഞാൻ തരില്ല, ഒരു 100 രൂപ പോലും ഞാൻ നിനക്ക് തരില്ല, പിന്നെ നിനക്ക് വേണമെങ്കിൽ നീ അധ്വാനിച്ചുണ്ടാക്കുക, അല്ലാണ്ട് ഒരു നയ പൈസ എൻ്റെ കയ്യിൽ നിന്ന് കിട്ടില്ല എന്നറിയാം. അപ്പോൾ അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്, അമ്മ അറിയാം, ഇങ്ങനെ തന്നെ പറയാം, അല്ലാണ്ട് നിന്നെ ഞാൻ ഇനി 10 പൈസ ഒന്നും സഹായിക്കില്ല അറിയാം. അപ്പം അത് കഴിഞ്ഞിട്ട് ഇന്നത്തെ ഇത് കാണിക്കുന്നത് നാളത്തെ റിവ്യൂ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വർഷം ഇങ്ങനെ നടന്നു വരുമ്പോൾ വർഷയെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞിട്ട് ഒരുത്തനുണ്ടല്ലോ, അവൻ ഒരു ഭ്രാന്തൻ, അവന് ഇവളെ തടഞ്ഞു വെച്ച് പിടിച്ച് വലിച്ച് വണ്ടി കയറ്റി കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ് കേട്ടോ. അപ്പോൾ വണ്ടി കയറ്റി കൊണ്ടുപോകുമ്പോൾ അവൾ ബലമായിട്ടാണ് കൊണ്ടുപോകുന്നത്. പറയും നിന്നെ ഞാൻ എനിക്കില്ലാത്ത ജീവിതം നിനക്കും വേണ്ട എന്നൊക്കെ പറഞ്ഞ് ബലമായിട്ട് വലിച്ചു കൊണ്ടുപോവുകയാണേ. അപ്പോൾ ഇവൾ കുറേ കൈ പിന്നെ കൊതറാൻ ശ്രമിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷേ ഇവൻ സമ്മതിക്കുന്നില്ല, അതൊരു അരവട്ടനാണേനും. അപ്പോൾ അതിങ്ങനെ പിടിച്ച് വലിച്ചവളെ കൊണ്ടുപോകുമ്പോഴേക്കും നമ്മളെ സച്ചി എവിടെയോ ട്രിപ്പ് പോയിട്ട് വരുന്ന സമയത്ത് സച്ചി കാണുന്നത് ഇതാണ്. എന്തൊക്കെ പറഞ്ഞാലും അനിയൻ്റെ ഭാര്യയല്ലേ, അനിയത്തിയല്ലേ. അങ്ങനെ സച്ചി പോയിട്ട് അവനെ അടിക്കുകയാണ്, നല്ല അടി കൊടുത്ത് അവൻ്റെ കൈയൊക്കെ പിരിച്ചൊടിക്കുക. നീ ഈ കൈ വെച്ച് ഇനി ആരും ഉപദ്രവിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അവൻ്റെ കൈയൊക്കെ പിരിച്ചൊടിക്കുകയാണ് സച്ചി കേട്ടോ. അത് കണ്ടിപ്പോൾ വർഷം ഇങ്ങനെ നോക്കുക. കാരണം വേണമെങ്കിൽ സച്ചിക്ക് അത് അവളോട് വരെ ദേഷ്യം ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കി പോകുമായിരുന്നു സച്ചിക്ക്. പക്ഷേ സച്ചി അത് ചെയ്തില്ല, നേരെ മറിച്ച് അവളെ സഹായിക്കുകയല്ലേ ചെയ്തത്. അപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷം. എന്നിട്ട് പറയും നീ വരണം, നിങ്ങളില്ലാഞ്ഞിട്ട് അവിടെ ഒരാളും ഇല്ല, നിങ്ങൾ വരാതിരിക്കരുത്, നിങ്ങൾ വരണം രണ്ടുപേരും, അമ്മയും അച്ഛനും ആകെ വിഷമത്തിലാണ്, എൻ്റെ അടുത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഞാൻ മാപ്പ് പറയാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇതാക്കുക. അപ്പോൾ വർഷയ്ക്ക് മനസ്സിലായി സച്ചി വളരെ നല്ലൊരാളാണെന്നുള്ള കാര്യം വർഷയ്ക്കും മനസ്സിലായിട്ട് ഭയങ്കര സന്തോഷത്തിലായി. അങ്ങനെ നമ്മൾ ശ്രീകാന്തും വർഷയും കൂടിയും വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊന്നും ചന്ദ്രയ്ക്ക് അറിയില്ല. ഇവർ സച്ചിയും വർഷയും കൂടെ കണ്ടതും സംഭവിച്ച കാര്യങ്ങളൊന്നും ചന്ദ്രയ്ക്ക് ആർക്കും അറിയില്ല കേട്ടോ. അതിന് വരുന്ന വഴിക്ക് ഇവർ കേക്കൊക്കെ ഉണ്ടാക്കിയിട്ടാണ് കൊടുക്കുന്നത്. കേക്കൊക്കെ വാങ്ങി കൊണ്ടുവന്ന് അത് മുറിച്ചിട്ട് രേവതിയെ കെട്ടിപ്പിടിക്കണു. അതൊന്നും ചന്ദ്രയ്ക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പിടിക്കണില്ല. കാരണം ചന്ദ്രയെ മാത്രമേ സ്നേഹിക്കാൻ പാടുള്ളൂ പെരുമക്കളൊക്കെ. അപ്പോൾ പിന്നെ അതുപോലെ ഇന്നത്തെ പ്രതീക്ഷ പോകാൻ വർഷയുടെ കയ്യിലേ ഉള്ളൂ കാശ്, അതാണ് ഇനി അടുത്ത പ്രതീക്ഷ. അങ്ങനെ രേവതി കെട്ടിപ്പിടിക്കുന്ന രേവതിക്കും എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. ശ്രുതിയും ഒക്കെ ഉണ്ട്, എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. ഒരു കേക്ക് എടുത്ത് മുറിച്ച് ആ കേക്ക് രേവതിയുടെ കയ്യിൽ കൊണ്ടുകൊടുത്തിട്ട് സച്ചിക്ക് കൊടുക്കാൻ പറയുകയാണ് വർഷ. അപ്പോൾ വർഷ പറയുമ്പോൾ സച്ചി ഇങ്ങനെ നോക്കുന്നുണ്ട്, അവളെ വളരെ സ്നേഹത്തോടു കൂടിയിട്ട് നോക്കുകയാണ്. കാരണം വർഷയും നല്ല നന്മ നിറഞ്ഞൊരു കുട്ടിയാണ്. പക്ഷേ ഇവന് ഈ അടിയും തൊഴിയൊക്കെ ഉള്ളതുകൊണ്ടാണ് ദേഷ്യം വരുന്നത്. അപ്പോൾ ആ ഇത് കണ്ടിട്ട് സച്ചി ഇങ്ങനെ നോക്കുകയാണ് വർഷയ്ക്ക് പിന്നെ കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ട്, വർഷ സച്ചിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് രേവതിയുടെ അടുത്ത് കേക്ക് ഏൽപ്പിക്കുന്നതൊക്കെ. എന്തായാലും നാളത്തെ റിവ്യൂ നല്ല രസമുണ്ട് കേട്ടോ. നാളത്തെ ചെമ്പനീർ പൂവ് ആരും മിസ് ചെയ്യാണ്ട് കാണുക. പിന്നെ ധൃതി പിടിച്ചാണ് കഥ പറഞ്ഞത്, സോറി. അപ്പോൾ എന്താ പറയുക, എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഓക്കെ.